അപ്പോൾ സ്കൂളൊക്കെ തുറന്നിരിക്കുന്ന സമയമായതുകൊണ്ട് 12:30-ക്ക് ഇവരുടെ ഉച്ചഭക്ഷണം കഴിയും. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും 3:30 അപ്പോഴേക്കും നല്ല വിശന്നായിരിക്കും വരുന്നത്. അങ്ങനെ കുട്ടികൾ വന്നാൽ അവർക്ക് വൈകിട്ട് കൊടുക്കാൻ പറ്റിയൊരു ചെറിയൊരു ഭക്ഷണമാണ്, എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പരിചയപ്പെടുത്തുന്നു, കൊഴുക്കട്ട. നിങ്ങളുടെ നാട്ടിൽ കൊഴുക്കട്ട എന്നാണ് പറയുന്നത്, നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് എനിക്കറിയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരിപ്പൊടി കലക്കി മാവാക്കി അതിൻ്റെ അകത്ത് നമ്മുടെ തേങ്ങാപ്പീരിയും ശർക്കരയും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്തായിട്ടിങ്ങനെ വെക്കും. ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിനെ മോദകം എന്നും പറയാറുണ്ട്. ചിലത് ഇത് ആവിയിലാണ് വേവിക്കുന്നത്, മറ്റേത് എണ്ണയിലിട്ട് എടുക്കും. ഇത് ആവി കയറ്റുന്ന ഭക്ഷണമായതുകൊണ്ട് തന്നെ വേറെ പ്രയാസങ്ങളൊന്നുമില്ല. സാധാരണ ഇവർ വൈകിട്ട് സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോൾ വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വെളിയിൽ പോയി ഹോട്ടലിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും, കടിയും കാര്യങ്ങളൊക്കെ. പക്ഷേ അത് നമുക്ക് എപ്പോഴും എണ്ണയുടെ പലഹാരങ്ങൾ കൊടുത്താൽ ശരിയാവില്ല. സമയം 3:40 ആകുന്നുണ്ട്, വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. എന്തായാലും ഞാൻ ക്യാമറയായിട്ട് വെളിയിലേക്ക് പോയപ്പോൾ 2 പേരും അപ്രതീക്ഷിതമായിട്ട് കടന്നു വരുന്നുണ്ട്. ഇങ്ങനെയാണ് വരവ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അനിയത്തിയുടെ കൈ പിടിച്ച് വേണം വരാൻ, അനിയത്തിയുടെ കൈ പിടിച്ച് വേണം വരാനെന്ന്. അവൻ കേൾക്കാറില്ല. അവൻ മുമ്പിലുള്ള ഒരു പ്ലാസ്റ്റിക് കുപ്പിയും തട്ടിയാണ് വരുന്നത്. അവൾ പാവം കുടയൊക്കെ നിവർത്തി അവളും വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫുഡ് അവർക്കൊന്ന് കൊടുത്തു നോക്കാം. എന്തായാലും അമ്മ ചായയും കൊഴുക്കട്ടയൊക്കെ ആയിട്ട് വന്നു, അവർക്കത് കൊടുത്തു. അവർക്കെന്തായാലും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതൊന്ന് ട്രൈ ചെയ്യാം. കുട്ടികൾക്ക് എപ്പോഴും ആവിയിൽ വേവിച്ചത് കൊടുക്കുക. വീട്ടിൽ മാത്രമല്ല, വെളിയിൽ നമ്മൾ ടൂറിനൊക്കെ പോയാലും ആവിയിൽ വേവിച്ചതാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്നും നമുക്ക് സൈഡ് എഫക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എണ്ണയൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര പ്രയാസമാണ്. കാരണം ഈ ഉപയോഗിച്ച എണ്ണ ഏതാണെന്നോ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് പിന്നെയും ഉപയോഗിക്കുന്നതെന്നും നമുക്കറിയില്ല. അപ്പോൾ എവിടെ പോയാലും ആവിയിൽ വേവിച്ച ഭക്ഷണം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് വയറിനും മനസ്സിനും നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തേക്കേ.